പറഞ്ഞതുപോലെ അതുപോലെ സംഭവിച്ചൊരു പകലാണ്. ഇന്ന് രാവിലെ നല്ല പൊടിക്കാറ്റ് എല്ലായിടത്തും ഉണ്ടായിരുന്നു. UAE എല്ലാ എമിറേറ്റിൻ്റെ ഭാഗത്തു നിന്നും ആളുകൾ വിളിച്ചു പറഞ്ഞത് പൊടിക്കാറ്റ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്, 31-ാം തീയതി ഡിസംബർ പകൽ നല്ല രസമായിരിക്കും. നല്ല വൃത്തിയുള്ള പകൽ എന്ന രൂപത്തിൽ അനുഭവപ്പെടും. ചൂടും തണുപ്പൊന്നും ഉണ്ടാവില്ല. അന്തരീക്ഷം പ്രകാശമയം തന്നെയായിരിക്കും. പക്ഷെ വൈകുന്നേരം മുതൽ, അതായത് നമ്മളൊക്കെ പുറത്തിറങ്ങി ഈ ഫയർ വർക്ക്സ് അടക്കമുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങുന്ന വൈകുന്നേരം മുതൽ അതികഠിനമായ തണുപ്പിലേക്ക് പോകുന്ന രാത്രിയായിരിക്കും. 2025 നിന്ന് 2026 ട്രാൻസിഷൻ രാത്രി എന്ന് പറയുന്നത് സാധാരണ തണുപ്പായിരിക്കില്ല എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇല്ലാത്തവർ അത് വാങ്ങിയിട്ട് വേണം പുറത്തിറങ്ങാൻ എന്ന കാര്യം കൂടി മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് കൊടുക്കാനും ക്ലിനിക്കിന് കൊടുക്കാനും മാത്രമേ കാശ് ന്യൂ ഇയറായിട്ട് കയ്യിൽ കാണൂ എന്ന് മനസ്സിലാക്കുക. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ പറയുന്നതൊക്കെ വളരെ കൃത്യമായി ഫലിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ഡിസംബർ 31 രാത്രി പുറത്തിറങ്ങുന്നവർ തണുപ്പിനെ പ്രതിരോധിച്ചിരിക്കണം എന്ന മാർഗനിർദ്ദേശം, മുന്നറിയിപ്പ് കൃത്യമായി തന്നെ സ്വീകരിക്കുക. എന്നിട്ട് 1-ാം തീയതി കഴിഞ്ഞിട്ടേ ആ തണുപ്പിനൊരു മാറ്റം വരികയുള്ളൂ എന്നാണ് പറയുന്നത്. ജനുവരി 1 സ്വാഭാവികമായിട്ടും അവധിയാകുമ്പോൾ പാർക്കിങ്ങിൻ്റെ കാര്യത്തിലും ദുബായ് പറഞ്ഞിരിക്കുന്നത് പാർക്കിംഗ് ഫ്രീ ആയിരിക്കും. എന്നാൽ ചേർത്ത് മനസ്സിലാക്കേണ്ടത്, മൾട്ടി സ്റ്റോറി പാർക്കിങ്ങിൽ ഫ്രീ ആണെന്ന് കരുതിക്കൊണ്ടിടരുത്. അവിടെ 5 ദിർഹം മുതൽ 15 ദിർഹം വരെ മണിക്കൂറിന് വാങ്ങുന്ന പല മൾട്ടി സ്റ്റോറി പാർക്കിംഗ് ബിൽഡിങ്ങുകളുമുണ്ട്. ശ്രദ്ധിക്കണം ആ വിഷയം. രണ്ടാമത്തേത്, ദുബായിൽ തന്നെ അൽഖൈൽ ഗേറ്റ് N365, അവിടെ പാർക്കിംഗ് ഫ്രീ അല്ല, ഫീസ് കൊടുക്കണമെന്ന കാര്യം അറിഞ്ഞിരിക്കണം. ഇന്ന് ഡിസംബർ 29 UAE ആദ്യമായി, ചരിത്രത്തിലാദ്യമായി ഒരു നാഷണൽ വിദ്യാഭ്യാസ കരിക്കുലം എന്ന രൂപത്തിൽ ഒരു പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഗൈഡ് ലൈൻസ് UAE ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാഷണൽ എഡ്യൂക്കേഷൻ കരിക്കുലം എന്നൊരു പുതിയ ചാർട്ടർ UAE ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്കൂളുകൾ അവരുടെ ലക്ഷ്യങ്ങൾ എങ്ങനെ നിറവേറ്റണം, എന്തൊക്കെ കുട്ടികളെ പഠിപ്പിച്ചിരിക്കണം നിർബന്ധമായിട്ട്, ഏതൊക്കെ വിഷയങ്ങൾ വേണം, വിഷയങ്ങൾക്കുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, കുട്ടിയുടെ ലക്ഷ്യം എന്തൊക്കെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് സ്വകാര്യ സ്കൂളുകൾക്കടക്കം ബാധകമാവുന്ന കിൻഡർ ഗാർട്ടൻ മുതൽ +2 വരെയുള്ള എല്ലാ തട്ടിലും ബാധകമാവുന്ന ഒരു പൊതുവിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് ആദ്യമായി UAE അവതരിപ്പിക്കുകയാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും UAE ഇന്ത്യൻ സ്കൂളുകളടക്കമുള്ള എല്ലാ പ്രൈവറ്റ് സ്കൂളുകളിലും ഈ ഒരു UAE നാഷണൽ എഡ്യൂക്കേഷൻ കരിക്കുലം അതിൻ്റെ ചില ഭാഗങ്ങളെങ്കിലും നിർബന്ധമായും ബാധകമായിട്ട് വരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature, Abu Shagara Sharjah, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Rent-A-Car, Al Lusud Cargo, Areen Group of Companies, Ayurmana Ayurveda and Panchakarma Center.